എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ കൂടെ ഇന്നുള്ളത് ഒരു 1989 മോഡൽ 1800 നോൺ എ സി ആണ്. ടൈപ്പ് 1 ആണ്. ഒരു വിൻറ്റേജ് മോഡലായിട്ട് പല വാഹനപ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ച 1800 ഇതിൻ്റെ ബാഡ്ജിങ്ങുകളും ഫ്രണ്ടിലെ ഗ്രില്ലും അതുപോലെ തന്നെ എന്തിനേറെ പറയാൻ ഇതിൻ്റെ ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും ഇന്നും വാഹനപ്രേമികൾക്കുള്ളിൽ ഒരു നൊസ്റ്റാൾജി ഫീൽ വരുന്ന ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ കീ ആണെങ്കിൽ പോലും അതിൻ്റെ താക്കോൽ വരെ ഒരു വളരെയധികം ക്യൂട്ട് ലുക്കുള്ളതെന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ മീറ്ററൊക്കെ പഴയ മാരുതികളിൽ ഹിന്ദിയിൽ മാരുതി എന്ന് എഴുതിയിരിക്കുന്നതാണ്. ആ വിൻറ്റേജ് മോഡലായിട്ടുള്ള അതിനുശേഷം വന്ന മാരുതി എന്നോറുകളിലും കുറേ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. സ്റ്റിയറിംഗ് വീലുകളിലുണ്ടായ മാറ്റങ്ങൾ മാത്രമാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഇതിൻ്റെ എല്ലാം വർക്കിംഗ് കണ്ടീഷനാണെന്നുള്ളതാണ് ഏറ്റവും മാത്രമായിട്ടുള്ളൊരു കാര്യം. ഇതിൻ്റെ ഓണ്, അതിൻ്റെ സ്വിച്ചുകൾ, അതുപോലെ തന്നെ ബാക്കിയുള്ള സ്വിച്ചുകളെല്ലാം തന്നെ വർക്കിംഗ് ആണ്. ഇതൊരു എ സി വാഹനമല്ല, ഫ്ലോറുണ്ട്, അതിൻ്റെ കൺട്രോളുകളെല്ലാം വർക്കിംഗ് ആണ്. ഇതൊരു സിംഗിൾ ഓണർ വെഹിക്കിളായിരുന്നു എന്ന് തന്നെ അദ്ദേഹം വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഒരു വാഹനമാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ മൂന്ന് AC വണ്ടിയൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത, ഇത് കാർബറേറ്റർ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിന് ചോക്കുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കക്കാരായിട്ടുള്ള ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് വളരെയധികം ഉപകാരം നൽകുന്ന ഒന്നാണ് ചോക്ക്. അതുപോലെ ആഷ്ട്രേ 12 വോൾട്ടിൻ്റെ ഒരു ഔട്ട്പുട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഗ്ലൗ ബോക്സ് ഉണ്ട്. അതെല്ലാം കോമൺ ആയിട്ട് മാരുതിയിൽ കാണുന്ന അതേ ഫീച്ചേഴ്സ് തന്നെ. ഇതിൽ മിറർലെസ് ആണ് ഇതിൻ്റെ ഷെയ്ഡ്. അതുപോലെ തന്നെ ഇന്നലെയുണ്ട്. എല്ലാ ഭാഗങ്ങളും വർക്കിംഗ് ആണ്. ഈ ഇത്രയും ഏകദേശം 34 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതിൻ്റെ എല്ലാ പാർട്ടുകളും വർക്കിംഗ് ആണെന്നുള്ളത് തന്നെ വളരെ ഒരു ആകാംക്ഷയുള്ള അല്ലെങ്കിൽ നമ്മളെ അത്ഭുതം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന് സീറ്റ് ബെൽറ്റ് ഇല്ലാത്തതാണ്. പക്ഷേ ഇപ്പോൾ നിയമം വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ എത്രമാത്രം ക്ലീൻ ആണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അതുപോലെ തന്നെ അത് ആ പഴയ രീതിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. അത്ര ക്വാളിറ്റി ഉള്ളൊരു വെഹിക്കിളാണ്. നമുക്കിതിൻ്റെ എൻജിൻ റൂം ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിനൊരു ക്ലിപ്പ് ഇവിടെയുണ്ട്. ഈ വിൻറ്റേജ് വാഹനങ്ങളിലെ ഏറ്റവും ആകർഷകം എന്ന് പറയുന്നത് തന്നെയായിരുന്നു. എൻജിൻ റൂമാണെങ്കിലും തരക്കേടില്ലാത്ത രീതിയിൽ അത് നീറ്റ് ആൻഡ് ക്ലീനാണ്. ഒന്നും തന്നെ ആഡ് ഓൺ ചെയ്തിട്ടില്ല എന്നുള്ളത് കാണാം. ഇതിൽ സെൻട്രൽ ലോക്കിൻ്റെ ഒരു ബസർ അലാമിൻ്റെ ഒരു മൊഡ്യൂൾ ഒഴികെ ബാക്കിയെല്ലാം തന്നെ അതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു. മാരുതിയുടെ ബാഡ്ജിങ് ഉണ്ട്. അതുപോലെ തന്നെ മാരുതി ഉദ്योग ലിമിറ്റഡിൻ്റെ ആ ഒരു ബാഡ്ജിങ്ങും എൻജിൻ നമ്പർ, ചേസി നമ്പർ എല്ലാ വിവരങ്ങളും അടങ്ങുന്നൊരു പ്ലേറ്റ് ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ ആ ജെന്യുവനായിട്ടുള്ള രീതിയിൽ തന്നെ. ഇതൊരു ജപ്പാൻ ഇമ്പോർട്ടറായിട്ടുള്ളൊരു വെഹിക്കിളല്ല, പാർട്സ് എല്ലാം ജപ്പാൻ ഇമ്പോർട്ടറാണ്. അന്ന് വന്ന റേഡിയേറ്റർ പൈപ്പ് വരെ അത് തന്നെ നടത്തിയിരിക്കുന്നു. അത് തന്നെ കോയിലാണെങ്കിലും ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ആ വണ്ടിയിൽ വന്ന അതേ സാധനങ്ങൾ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ബാറ്ററിയൊക്കെയാണ് പുതുതായിട്ട് മാറിയിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ അതേപടി തന്നെ നിൽക്കുന്നു. നമ്മൾ സെൻട്രൽ ലോക്കിൻ്റെ അലാം ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും അതേ രീതിയിൽ തന്നെ നിലനിർത്തിയായിട്ട് നമുക്ക് കാണാം. ഇതിൻ്റെ ഒരു റൈഡിങ് അല്ലെങ്കിൽ ഓടിക്കുന്നൊരു ഡ്രൈവിങ്ങിൻ്റെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ മഴ കാരണം നമുക്ക് സാധിച്ചില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.